അല്ല, അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 2036 കൂടി തന്നെ ബിജെപിക്ക് കേരളം പിടിക്കാനാവും. ഇനി അല്ല, 2036 വലിയ ഞാൻ പണ്ടേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ചാനലിലെ ഒരു വീഡിയോയിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ സംഭവിക്കാൻ പോണത് ഇടത്തരം മീഡിയം ലെവൽ നേതാക്കന്മാരൊക്കെ ഇനി BJP-യിലേക്ക് കൊടുക്കും. കാരണം എന്താ, BJP-ക്ക് ജയിക്കാൻ പറ്റും. ഇവരൊരു 10,000 വോട്ട് കൂടിച്ച് കൊണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ജയിക്കാൻ പറ്റും. ഇപ്പൊ തിരുവല്ലയിൽ എന്താ സംഭവിച്ചേക്കണം, മാത്യു ടി തോമസ് 3ാം സ്ഥാനത്തേക്ക് പോവുകയും 2ാം സ്ഥാനത്തേക്ക് അനൂപ് ആന്റണി വരികയും ചെയ്തിട്ടുള്ള. അപ്പൊ സത്യത്തിൽ ഇനി അനൂപ് അല്ല, CPM-ന്റെ വോട്ടാണ് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? ഈ പറയണതിനൊരു ചെറിയ തെറ്റുണ്ട്. കാരണം CPM-ന്റെ വോട്ട് ഈ തെരഞ്ഞെടുപ്പ് മാത്രം നോക്കിയാലാണ്. നമ്മൾ കഴിഞ്ഞ 5 or 10 തെരഞ്ഞെടുപ്പുകൾ, ഞാനിപ്പോ ഇന്നലെ അങ്ങോട്ട് വീഡിയോ ചെയ്തേ ഉള്ളൂ, 5 or 10 തെരഞ്ഞെടുപ്പുകൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ 40% അല്ലെങ്കിൽ 50% അല്ലെങ്കിൽ ഫസ്റ്റ് ഷിഫ്റ്റ് ചെയ്തത് കോൺഗ്രസ്. ഞാൻ പറഞ്ഞോട്ടെ, 70-80% ആരുടെ വോട്ട് ഷിഫ്റ്റ് ചെയ്യും? ആദ്യം കോൺഗ്രസിന്റെയും പിന്നെ ഒരു 10-15% വോട്ട് CPM-ന്റെയും ഷിഫ്റ്റ്. അതിന്റെ അടുത്ത സ്റ്റേജിൽ വീണ്ടും ഷിഫ്റ്റ് ചെയ്തോട്ടെ. ആ ഷിഫ്റ്റ് അതാ അത്രയും നാൾ ഒരു പിടിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യിക്കാനുള്ള ഒരു പരിശ്രമമാണ്. അതായത് നിങ്ങളൊരു മതേതര നിലപാടുള്ള ആളെപ്പോലും ഈ അടുത്ത 5 കൊല്ലം കൊണ്ട് വളരെ കൃത്യമായി ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാറി ചിന്തിപ്പിക്കാനുള്ളവരുടെ വരും. അതായത് നമ്മളിപ്പോ നാളെ നമ്മള് ജനനം കൊണ്ട് തന്നെ ഒരു മതത്തിലോ ഒരു ജാതിയിലോ ജനിച്ചു പോയി എന്നുള്ളത് കൊണ്ട് തന്നെ വേറൊരാളുടെ ശത്രുവായി മാറിയാൽ പിന്നെ നമ്മുടെ മുമ്പിൽ ഒറ്റ ഓപ്ഷൻ ഉള്ളൂ, എന്ത് ചെയ്യണം? നമ്മൾ ഈ മതത്തിലുള്ള ആളുകളോട് ചേർന്ന് നിൽക്കണം, അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. ഇടിയിട്ടു എന്ന് മനസ്സിലായ ആരും എന്ത് ചെയ്യില്ലേ, ചേർന്ന് നിൽക്കും. ആ ലെവലിലേക്ക് പതുക്കെ എന്ത് ചെയ്യുക, കേരളത്തെ എത്തിക്കുക എന്നുള്ള തന്ത്രത്തിന് കുറച്ചുകൂടി ആക്കം കൂട്ടും. എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ സതീശനോട് വ്യക്തിപരമായി നമുക്കൊരു വിരോധമില്ല. പിന്നെ അദ്ദേഹവും ഇങ്ങനെ വളരെ മോശപ്പെട്ട ആളാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് താൽക്കാലികമായി നേട്ടമുണ്ടാക്കാൻ സഹായിച്ചതാണ്.